ഹലോ, വെൽക്കം ബാക്ക് ടു ആൻലീൻസ് ക്ലാസ്സസ്. നമ്മൾ ഇന്ന് നമ്മുടെ ഫിസിക്സ് രണ്ടാമത്തെ പാഠത്തിൻ്റെ ലെറ്റസ് അസസ് അതിലത്തെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാൻ പോവാട്ടോ. അപ്പോൾ രണ്ടാമത്തെ പാഠം എല്ലാവർക്കും അറിയാം, നല്ല സിമ്പിൾ ചാപ്റ്ററാണെന്ന് വിചാരിക്കുന്നു. നമ്മളതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാതും. നമുക്ക് എക്സാം എടുക്കാനായി എക്സാമിനൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം ഈ മോഡലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനേ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പം അതിലെ തിയറി ഞാൻ ചെറുതായിട്ട് പറയാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ഫിസിക്സിന് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൺഡേ ഒഴികെ എല്ലാ ദിവസവും നമുക്കൊരു അരമണിക്കൂർ ക്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഫിസിക്സ് ക്ലാസ്സിന് ജോയിൻ ആവണമെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കാം, ജോയിൻ ആവാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. എ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. ഓക്കെ, ഒരു കാറ് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? റെസ്റ്റിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ യു വെച്ചാണ് എഴുതുക അല്ലേ. ഓക്കെ, യു അവിടെ എന്തായിരിക്കും? റെസ്റ്റ് ആണെങ്കിൽ അവിടെ എന്താണ്? യു 0 ആണ് അല്ലേ. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. എന്നിട്ട് അത് യൂണിഫോം ആക്സിലറേഷനിൽ ഇങ്ങനെ പോവാണ്. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിങ്ങനെ ഏത് നേരം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കില്ല, ഒരേ ടൈം ഇൻ്റർവെല്ലിൽ ഒരേ ആക്സിലറേഷനാണ്. അപ്പോൾ യൂണിഫോം ആക്സിലറേഷനിൽ നമ്മുടെ കാറ് പോയിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെയാണ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയോ? ആ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റ് ദി ആക്സിലറേഷൻ ഓഫ് ദി കാർ ഇഫ് ഇറ്റ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റേഴ്സ്. നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 200 മീറ്റർ. ടൈം തന്നിട്ടുണ്ടോ? ടൈം തന്നിട്ടുണ്ട് 20 സെക്കൻഡ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ വായിക്കുക. 2 വട്ടം ക്വസ്റ്റ്യൻ വായിക്കണേ. 2 വട്ടം വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ 3ാമത്തെ തവണയും വായിക്കണം. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഒരു സൈഡിലോട്ട് എടുത്തെഴുതണം. ഇപ്പം ഞാൻ യൂണിഫോം നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി എഴുതിയ പോലെ തന്നിരിക്കുന്നതെല്ലാം എടുത്തെഴുതണം. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്ര ഡിസ്റ്റൻസ്? 200 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സമയം തന്നിട്ടില്ലേ? ടൈം 20 സെക്കൻഡ് എന്നാണെന്നും അത് നമുക്ക് തന്നിട്ടുണ്ട്. എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്കത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏത് ഇക്വേഷൻ വെച്ച് ചെയ്താലാണ് ആൻസർ കിട്ടുക എന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാമല്ലേ, ഒരു 3 ഇക്വേഷൻസ് പഠിച്ചിട്ടില്ലേ? അതിന് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പഠിച്ചു. ഏതൊക്കെ ഇക്വേഷൻസാ? ആദ്യം അത് പറഞ്ഞ് ഏതൊക്കെ ഇക്വേഷനാണ്? ഒന്നാമത്തെ നമ്മൾ പഠിച്ച ഇക്വേഷനാണ് V = U + AT. ഓക്കെ, ഇനി രണ്ടാമത് പഠിച്ച ഇക്വേഷൻ ഏതാ? S = അല്ലേ, S = ut + ½ AT². അതല്ലേ രണ്ടാമത് പഠിച്ച ഇക്വേഷൻ. മൂന്നാമത് പഠിച്ച ഇക്വേഷൻ എന്താണ്? V² = U² + 2AS. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻസ് ആണ്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇനി നിങ്ങൾ ഈ 3 ഇക്വേഷൻസ് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ ഏതൊക്കെ ഇക്വേഷനിലുണ്ട് നോക്കണേ. നോക്കിയപ്പോൾ എല്ലാ ഇക്വേഷൻസിലും ഉണ്ട്. നമുക്കതിലെല്ലാം യൂസ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. പക്ഷേ ആക്സിലറേഷൻ നമുക്കറിയില്ല അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് കാണാം. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിക്ക് കുഴപ്പമില്ല. ഇനി പിന്നെന്ത് തന്നിരിക്കുന്നത്? ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് എസ്സും അറിയാം, ഇവിടെയും എസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ ആയിരിക്കും. ഈ ഒരു ആദ്യത്തെ ഇക്വേഷൻസിൽ എന്തില്ല? ആദ്യത്തെ ഇക്വേഷനിൽ എസ് ഇല്ല. അപ്പോൾ അതെല്ലാം ഉപയോഗിക്കേണ്ടത് ഇനി നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇതിൽ ഏതോ ആണ് ഇനി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾ പറഞ്ഞേ, ടൈം തന്നിട്ടില്ലേ? ടൈം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിലേത് ഇക്വേഷൻ ആയിരിക്കും? ഇവിടെ കിടക്കുന്ന ഇക്വേഷനാണോ ഈ ഇക്വേഷനാണോ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? യെസ്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.
3 ഇക്വേഷൻ ഉണ്ട്. അങ്ങനെ എല്ലാ ഇക്വേഷൻ നമുക്ക് ആൻസർ കിട്ടില്ല, അതിലേതെങ്കിലും ഒരെണ്ണമാണ്. അപ്പോൾ നിങ്ങൾ നോക്കി ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്, ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കണം. ഇതുവരെ ക്ലിയർ അല്ലേ? നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ഓക്കെ, ഇതിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആക്സിലറേഷൻ അല്ലേ. അപ്പോൾ ആക്സിലറേഷനുള്ള ഭാഗം അവിടെ തന്നെ നിർത്തുക. ഇത് കണ്ട, അത് ഈക്വൽ ടുവിൻ്റെ അവിടെ ആ ഒരു സംഖ്യ, ആക്സിലറേഷൻ മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ ഹാഫ് AT² ഉണ്ട്, അത് അങ്ങനെ തന്നെ ഒഴിവാക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗത്തിന് അവിടെ തന്നെ നിർത്തി. ഈ UT ഇവിടെ വേണോ? വേണ്ടല്ലോ. UTനെ എസിൻ്റെ കൂടെ നമുക്ക് പറഞ്ഞയച്ചാലോ. സോ നമ്മളെങ്ങനെ ചെയ്യും? എസ്, ഇനി UT ഇവിടെ പോസിറ്റീവ് ആണല്ലേ, ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പോകുമ്പം എന്താവും? പോസിറ്റീവ് തന്നെയാണ് ആവുക? അല്ല, അത് മൈനസ് ആവും. ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പറഞ്ഞയച്ചപ്പം UTക്ക് വിഷമായി, അപ്പം അത് പോസിറ്റീവ് ആയിരുന്ന UT ഇവിടെ നെഗറ്റീവ് ആണ് കേട്ടോ. എസ് മൈനസ് UT ഈസ് ഈക്വൽ ടു എന്താണ്? ബാക്കിയുള്ള ഹാഫ് AT² അവിടെ തന്നെ എഴുതാം. ഓക്കെ, യെസ്. ഇനി കഴിഞ്ഞിട്ടില്ല, തുടങ്ങണമല്ലോ. ഇനി നമുക്ക് ഇവിടെ എന്താണ്? ഇവിടെ ഈ ഹാഫിനെ നമുക്ക് വേണോ? വേണ്ട. ഹാഫിനെ നമുക്ക് വേണ്ട. ഈ T² വേണോ? വേണ്ട. അതും നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് എടുത്ത് കളയണം അല്ലേ. ഏനെ മാത്രമേ നമുക്ക് വേണ്ടൂ, ആക്സിലറേഷനെ മാത്രമേ വേണ്ടൂ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഹാഫിനെയും T² അപ്പുറത്തെ സൈഡിലോട്ട് എന്ത് ചെയ്യണം? യെസ്, കൊടുക്കണം. ഓക്കെ, ആദ്യം പറഞ്ഞോ, ഈ ഹാഫിന് അങ്ങോട്ട് കൊടുത്ത് എന്താ ചെയ്യുക? ഹാഫ് 1/2 പറഞ്ഞേ. ഇവിടെ 2ന് ഡിവിഷൻ ആണല്ലേ അല്ലേ, 1/2 എന്നാണ്. അപ്പോൾ അവിടെ ഡിവിഷൻ ആണ്. അപ്പോൾ ഡിവിഷൻ ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും ഞാൻ പറഞ്ഞേക്കണേ? ഇൻറ്റു ആവും. യെസ്, അത് ഇൻറ്റു ആവും. എഴുതിക്കോ, 2 ഇൻറ്റു എസ് മൈനസ് UT. അത് ബ്രാക്കറ്റിലിട്ടത് കാരണം എന്തുകൊണ്ടാണ്? എസിനെയും UTനെയും ഒക്കെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ എല്ലാം കൂടി ഇൻറ്റു ചെയ്യാൻ എന്താണ്? ഇങ്ങനെയാണ് പഠിച്ചിട്ടില്ലേ? യെസ്. അപ്പോൾ ഞാൻ എസ് ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ടു എന്നുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. ഈസ് ഈക്വൽ ടു AT². ഇനി അതിലേതാ കളയണ്ടേ? T² കളയണ്ടേ നമുക്ക്? T² വേണോ? യെസ്, വേണ്ട. അപ്പം എന്താ ചെയ്യുക? ഇവിടെ A ഇൻറ്റു T² അല്ലേ, AT² എഴുതിയതിൻ്റെ അർത്ഥം എന്താണ്? A ഇൻറ്റു T² അല്ലേ. യെസ്, ആ ഇൻറ്റു ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവുക? ഡിവിഷൻ ആവും. യെസ്, അപ്പോൾ നമ്മൾ മെല്ലെ T² മാച്ച്, A അവിടെ തന്നെ ഉണ്ട് കേട്ടോ. യെസ്, T² മാച്ച് ഇൻറ്റു ആയിരുന്ന T² ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പോയപ്പം ഡിവിഷൻ T² ആയി. ക്ലിയർ ആയോ? ഇപ്പം നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ ഇക്വേഷനിൽ എസിൻ്റെ അവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ കൊടുക്കണം, യുവിന് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വാല്യൂ കൊടുക്കണം, ടിക്ക് ആ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കണ്ടുപിടിക്കും. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ആ വാല്യൂസൊക്കെ ഇട്ട് കൊടുക്കാം. നിങ്ങൾ പറഞ്ഞോ എന്താണ്? എങ്ങനെ ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. 2 ഇൻറ്റു അതങ്ങനെ തന്നെ എഴുതി. എസ് എന്താണ് ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് പറഞ്ഞ? എസ് എന്താ അവിടെ? ഡിസ്റ്റൻസ് 200 അല്ലേ. 200 ആണേ, അത് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, 200 മൈനസ് യു എന്താ? യു ഇവിടെ 0 അല്ലേ. 0 ഇൻറ്റു ടൈം എത്രയാ? 20 seconds ഡിവൈഡഡ് ബൈ എന്താണ്? T² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20² എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 20 ഇൻറ്റു 20 എന്നല്ലേ. യെസ്, ഇത് നമ്മൾ കണ്ടുപിടിക്കണം, ചെയ്ത് കണ്ടുപിടിക്കുക. 0 ഇൻറ്റു 20 എന്നർത്ഥം എന്താണ്? 0 ഇൻറ്റു 20 എത്രയാ? 0 തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ഈ സംഭവം ഒന്ന് ഇവിടെ മാച്ച് കളയാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒന്നും മൈനസ് ചെയ്യാനില്ല, കാരണം അത് 0 ആയി പോവില്ലേ. യെസ്, അപ്പോൾ 2 ഇൻറ്റു 200 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 20 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഞാൻ ചെയ്തു തരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ചെയ്യൂലേ? ഓക്കെ, ഞാൻ ചെയ്യാം എന്തായാലും. ഓക്കെ, 2 ഇൻറ്റു 200 എത്രയാണ്? 2 ഇൻറ്റു 200 നമുക്ക് 400 കിട്ടും. 400 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 20 എത്രയാണ്? അതും 400 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ 1 എന്നാണ് കിട്ടുക. ആൻസർ 1. 400 ഡിവൈഡ് ബൈ 400 1 ആണ്.
1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കാരണം ഇവിടെ ആക്സിലറേഷൻ്റെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ബാക്ക് അടിച്ച് കണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം. വീഡിയോ കണ്ടിരുന്നാൽ മനസ്സിലാവില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് വീഡിയോ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടെ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. If an object starts from rest and moves with an acceleration of 2 meter per second square, what will be the velocity of the object after 10 seconds? ഓക്കെ, നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ 2 തവണ വായിച്ചിട്ട് എന്ത് ചെയ്യാം, അതിൽ തന്നിരിക്കുന്ന എല്ലാ ഡാറ്റകളും എടുത്ത് എഴുതാം. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അവരുടെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? പറഞ്ഞേ, നേരത്തെ പോലെ തന്നെ ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ 0 ആണ്. ദെൻ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ ഇവിടെ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 2 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, വാട്ട് വിൽ ബി ദി വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജെക്റ്റ് ആഫ്റ്റർ 10 സെക്കൻഡ്? 10 സെക്കൻഡിന് ശേഷം ആ വസ്തുവിന് ഉണ്ടാവുന്ന വെലോസിറ്റി എത്രയാണ്? അപ്പോൾ ഇവിടെ ഏത് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക്? യെസ്, നമുക്ക് ഫൈനൽ വെലോസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടൈം തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? സമയം ഉണ്ട്, 10 സെക്കൻഡ് അല്ലേ? അതും നമുക്കറിയാം. എന്നാ പറഞ്ഞേ, നമ്മളൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? ഓർമ്മയുണ്ടോ? യെസ്, ഫൈനൽ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു, എന്താണ് ഇക്വേഷൻ? v ഈസ് ഈക്വൽ ടു യെസ് u പ്ലസ് എ ടി. ഇക്വേഷൻ കണ്ട ഓർമ്മയുണ്ടോ? ഉണ്ട്. v ഈസ് ഈക്വൽ ടു u പ്ലസ് എ ടി. ഇവിടെ നമുക്ക് u ഉണ്ട്, a ഉണ്ട്, t ഉണ്ട്. ജസ്റ്റ് ആ വാല്യൂസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ ആയി. ഇവിടെ u എന്താണ്? 0 ആണ്. a എന്താണ്? 2 ആണ്. സമയം എന്താണ്? 10 ആണ്. 0 അത് പോയി. 2 × 10 എത്രയാ? 20. നമ്മുടെ ആൻസർ ഇവിടെ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ. മൂന്നാമത്തെ ക്വസ്റ്റ്യനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണേ. അവർ 3 ഗ്രാഫൊക്കെ തന്നിട്ടുണ്ട്. എന്താണ് ആ ഗ്രാഫ് നോക്കിയിട്ട് അതിൻ്റെ പ്രത്യേകത പറയാനാണ് നമ്മളോട് പറയുന്നത്. എന്ത് ഗ്രാഫാണ് തന്നേക്കണേ നോക്കിയിട്ട് പറഞ്ഞേ, എന്ത് ഗ്രാഫാണ്? വെലോസിറ്റി ടൈം ഗ്രാഫാണ് നമുക്ക് തന്നേക്കണേ അല്ലേ? വെലോസിറ്റിയും ടൈമും വെച്ചിട്ട് ഗ്രാഫ് വരച്ചിരിക്കുന്നതാണ്. ഓക്കെ, അത് നോക്കിയിട്ട് നമ്മളോട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറയണം. ആദ്യം നമുക്ക് ഒന്നാമത്തേൻ്റെ പറയാം. ഒന്നാമത്തെ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണ്? വെലോസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഈ ഗ്രാഫ് കണ്ട എന്താ തോന്നുക? കൂടുകയാണോ കുറയാണോ? കൂടുകയാണല്ലേ, എല്ലാവർക്കും പറയാൻ പറ്റും. വെലോസിറ്റി എന്ത് ചെയ്യാണ് ഇവിടെ? ഇൻക്രീസ് ചെയ്യാണ്. എങ്ങനെ? ഇങ്ങനെ കുറച്ചുകൂടി, പിന്നെ കുറഞ്ഞ്, പിന്നെ കുറച്ചുകൂടി, അങ്ങനെയാണോ? അല്ലല്ലോ, ഒരേപോലെയല്ലേ കൂടുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം? വെലോസിറ്റി ഇൻക്രീസസ് ഈക്വലി ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം, അങ്ങനെ പറയാട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ അതിന് എന്താ പറയുക? ഇവിടുത്തെ ആക്സിലറേഷൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അപ്പോൾ ആക്സിലറേഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് പറയുമ്പോൾ നമ്മളവിടുത്തെ ആക്സിലറേഷൻ ആണ് കേട്ടോ പറയുക. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് പറയുമ്പം അവിടെ എന്താ പറയുക? നമ്മൾ വെലോസിറ്റി പറയും. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ നമ്മൾ ആക്സിലറേഷനെ പറ്റി എടുത്ത് പറയണം. ഇവിടുത്തെ ആക്സിലറേഷൻ എങ്ങനെയാണ്? യൂണിഫോം ആക്സിലറേഷൻ അല്ലേ? യെസ്, ഇവിടെ യൂണിഫോം ഒരേപോലെയുള്ള ആക്സിലറേഷനാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ഗ്രാഫ് കണ്ടത് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇവിടെ കൂടുതലാണോ കുറവാണോ? കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത്? കുറയാണല്ലേ? യെസ്, വെലോസിറ്റി ഡിക്രീസസ്, കുറയുന്നു. അപ്പം നമുക്ക് ഈ സെക്കൻഡ് ഫിഗറിന് ആൻസർ ആയിട്ട് എന്ത് ചെയ്താം? യെസ്, ഹിയർ വെലോസിറ്റി ഡിക്രീസസ് ഈക്വലി ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. അപ്പോൾ ഇതിനെന്താണുള്ളത്? യൂണിഫോം ആക്സിലറേഷൻ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? ഇവിടെ ആക്സിലറേഷൻ യൂണിഫോം ആയിട്ട് കുറയാണ്. അതിനെന്താ നമ്മൾ പഠിച്ചേക്കണേ? യൂണിഫോം റിട്ടാർഡേഷൻ എന്ന് നമുക്ക് എടുത്ത് പറയാനായിട്ട് പറ്റും. വെലോസിറ്റി കുറയാന്ന് എന്തായാലും എഴുതണേ, യൂണിഫോം റിട്ടാർഡേഷൻ അങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ ഈ 2 ഫിഗർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
മൂന്നാമത്തെ ഫിഗർ കണ്ടപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ട് അത് യൂണിഫോം ആയിട്ടുള്ള ആക്സിലറേഷൻ ഒന്നല്ല അവിടെ ഉള്ളത്. വെലോസിറ്റി കൂടുന്നു, കണ്ട, കൂടുന്നു കുറയുന്നു അങ്ങനെയാണ് പോണേ. അപ്പം എന്തായാലും എന്തല്ല, ഇത് യൂണിഫോം അല്ല എന്ന് നമുക്ക് മനസ്സിലായി. പകരം എന്ത് ചെയ്തുക, വെലോസിറ്റി ചേഞ്ച്, ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈക്വൽ ആണോ ഇവിടെ? അല്ല. ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് നോട്ട് ദ സെയിം ഇൻ എവറി സെക്കൻഡ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആക്സിലറേഷൻ ഈസ് നോട്ട് യൂണിഫോം. ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ ആൻസറും കഴിഞ്ഞു, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും കഴിഞ്ഞു. മനസ്സിലായില്ലേ? നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യനിലും ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഗ്രാഫ് കാണുമ്പോൾ ക്വസ്റ്റ്യൻ എളുപ്പമായിരിക്കും കേട്ടോ. ഗ്രാഫ് കണ്ടിട്ട് ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട, സിമ്പിളായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. The graph related to the motion of car A and car B is given. ഓക്കെ, ഇവിടെ രണ്ട് കാറുകളുടെ എന്താ പറയുക, ഒരു ഗ്രാഫ് തന്നേക്കണേ. കാർ എ ഇങ്ങനെ പോകുന്നു, കാർ ബി ഇങ്ങനെ പോകുന്നു. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ്, വിച്ച് കാർ ഹാസ് മോർ ആക്സിലറേഷൻ? ഈ കാർ എക്കാണോ ബിക്കാണോ കൂടുതൽ ആക്സിലറേഷൻ ഉള്ളത് എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ ഏത് കാറിനാണ്, ഏത് കാറിനായിരിക്കും? എങ്ങനെയാണ് നമ്മളിതിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക? ആദ്യം മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ കാറിനാണോ ബി കാറിനാണോ കൂടുതൽ ആക്സിലറേഷൻ എന്നാണ് ചോദിച്ചേക്കണേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. നമുക്കറിയാവുന്ന ഇക്വേഷൻ എഴുതി വെച്ചു. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ സമയം. എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്ന് പഠിച്ചിട്ടില്ലേ നമ്മൾ? ആ ഇക്വേഷൻ ഇട്ട് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ആക്സിലറേഷൻ ഒന്ന് കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ആദ്യം നമുക്ക് ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി മാത്രം കണ്ടുപിടിക്കാം. ഈ വി മൈനസ് യു ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം കേട്ടോ. ആദ്യത്തെ കാറിൻ്റെ പറഞ്ഞേ, എ എന്ന് പറഞ്ഞ കാറിൻ്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്? ഫൈനൽ വെലോസിറ്റി നേരെ നോക്കുക, 5 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെയല്ലേ, നേരെ നോക്കി എന്താണ്? 0. 5 മൈനസ് 0 എന്താണ്? 5 തന്നെ. അപ്പോൾ എ എന്ന് പറഞ്ഞ കാറിൻ്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി 5 ആണ്. ബി എന്ന് പറഞ്ഞ കാറിൻ്റെയോ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ത് തന്നെയാണ്? ഇത് തന്നെയല്ലേ? നോക്കിയേ, 5 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ തന്നെയല്ലേ. അപ്പം നേരെ നോക്കുമ്പോൾ അതും 0, അതും 5 തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് കാറിൻ്റെയും എന്തിൽ വ്യത്യാസമില്ല? ചേഞ്ച് ഇൻ വെലോസിറ്റിക്ക് ഒരു വ്യത്യാസവും ഇല്ല. അപ്പം ഈ ആക്സിലറേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്? വി മൈനസ് യു ബൈ ടി. ഇതിൽ ഈ പറഞ്ഞ സംഭവത്തിന് എ എന്ന് പറഞ്ഞ കാറിനും ബി എന്ന് പറഞ്ഞ കാറിനും ഒരേപോലെയാണ്. പിന്നെ എന്ത് മാറണം? ഇതിൽ ഏറ്റവും കൂടുതൽ ആരാന്ന് മനസ്സിലാക്കാൻ? യെസ്, ഈ പറഞ്ഞ ടി, സമയം ഏതാണ് കൂടുതൽ ഏതാണ് കുറവ് എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആക്സിലറേഷൻ ഏറ്റവും കൂടുതൽ ഏതിനാണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നറിയോ? നോക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. അപ്പം അത് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് 50/10 50/5 ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 50/10 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്താ വരിക? 5 ആണ് വരിക അല്ലേ. 50/5 ചെയ്യുമ്പോഴോ നമുക്ക് ആൻസർ 10 ആണ് വരിക. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലായത്? മുകളിലത്തെ വാല്യൂസ് രണ്ടിടത്തും സെയിം ആയിരുന്നു. ഈ താഴെയുള്ള 10ഉം 5ഉം അത് മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഈ 10 താഴത്തെ വാല്യൂ കൂടുതൽ എവിടെയാണ്? ഇവിടെ കൂടുതലായപ്പോൾ നമ്മുടെ ആൻസർ കുറഞ്ഞു. കണ്ട, ഇവിടെ കുറവായപ്പോൾ ഇവിടെ 10 ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലായത് ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ ഏതാണോ അത് വലുതായാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ കുറവാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ നോക്കിയേ, ഇവിടെ ടി കുറയുമ്പോഴാണോ കൂടുമ്പോഴാണോ ആക്സിലറേഷൻ കൂടുക? യെസ്, സമയം അവിടെ കുറഞ്ഞാൽ എന്ത് കൂടും? ആക്സിലറേഷൻ കൂടും എന്ന് നമുക്ക് ഈ എക്സാമ്പിൾ മനസ്സിലായപ്പം എന്താണ് പിടികിട്ടി അല്ലേ. ഇപ്പം കാറ് ബീനെ പറ്റി പറയുകയാണെങ്കിൽ കാറ് ബി 3 സെക്കൻഡ് എടുത്തിട്ടുള്ളൂ അല്ലേ. 3 സെക്കൻഡ്. കാർ എയോ 5 സെക്കൻഡ്.
അപ്പം അങ്ങനെയാണെങ്കിൽ കാറ് എക്കാണോ ബിക്കാണോ ആക്സിലറേഷൻ കൂടുതൽ? കാറ് ബിക്കല്ലേ? ഇപ്പം കാറ് ബിക്ക് ഇവിടെ ആക്സിലറേഷൻ കൂടുതലാണ് എന്ന് പറയാൻ പറ്റും. കാരണം ബി ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് പറയുന്നത് ഇതേ ഗ്രാഫ് നിങ്ങൾ വീണ്ടും റീഡ്രോ ചെയ്യണം. എങ്ങനെ ചെയ്യണം? ഈ സ്കെയിൽ ഒന്ന് മാറ്റണം. കണ്ട, സ്കെയിൽ ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ് എടുത്തിരിക്കുന്നത്. 1 സെക്കൻഡ് 1 സെൻറ്റിമീറ്റർ, 1 മീറ്റർ പെർ സെക്കൻഡ് 1 സെൻറ്റിമീറ്റർ ആണ് എടുത്തിരിക്കുന്നത്. അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കെയിൽ എഴുതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, 1 സെക്കൻഡ് അല്ലാതെ 2 സെക്കൻഡോ അങ്ങനെ കൂട്ടി കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൊടുക്കാം. 1/2 സെക്കൻഡോ, 1 സെൻറ്റിമീറ്ററിനെ നമ്മൾ 2 സെക്കൻഡ് ആക്കി എടുത്ത് വരയ്ക്കാൻ പറ്റും. അതേപോലെ 1 സെൻറ്റിമീറ്ററിനെ നമുക്ക് 2 മീറ്റർ പെർ സെക്കൻഡ്, അങ്ങനെയൊക്കെ എന്താ പറയുക, സ്കെയിൽ മാറ്റിയിട്ട് നിങ്ങൾക്ക് വീണ്ടും വരയ്ക്കാനാണ് പറയുന്നത്. ഓക്കെ, സിമ്പിളല്ലേ? അത് വരയ്ക്കുക, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ അല്ലേ ഇപ്പോൾ നമ്മൾ ചെയ്തേ? അല്ല, 4 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇത് ക്ലിയർ ആയില്ലേ?